أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير. أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുൽക്കിലെ 16 മുതൽ 20 കൂടി ആയത്തുകളാണ് ഓതി വെച്ചത്. ആയത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. أأمنتم, നിങ്ങൾ സമാധാനപ്പെടുകയാണോ, നിർഭയരാണോ? മംഫിസ് സമായി, ആകാശത്ത് ഉള്ളവൻ്റെ കാര്യത്തിൽ. അൻ യഖ്സിഫ ബിക്കുമുൽ അർള്, ഭൂമിയിലേക്ക് നിങ്ങളെ ആഴ്ത്തിക്കളയുന്നതിൽ നിന്ന്. ഫൈദാഹിയ തമൂർ, അത് വിറച്ചുകൊണ്ടിരിക്കുമ്പോൾ. ആമിൻതും മംഫിസമായി, ആകാശത്തുള്ളവനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയരാണോ? അൻ യഖ്സിഫ ബിക്കുമുൽ അർള്, നിങ്ങളെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുന്നതിൽ നിന്ന്. ഫൈദാഹിയ തമൂർ, ആ ഭൂമി വിറച്ചുകൊണ്ടിരിക്കുമ്പോൾ. അം അമിൻതും മൻ ഫിസ്സമാഇ അൻ യുർസില അലൈക്കും ഹാസിബൻ ഫസതഅലമൂന കൈഫ നദീർ. അം അമിൻതും, അല്ലെങ്കിൽ നിങ്ങൾ നിർഭയരാണോ? മംഫിസ്സമായി, ആകാശത്തുള്ളവരെ സംബന്ധിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ച്. അൻ യുർസില അലൈക്കും ഹാസിബൻ, നിങ്ങളിലേക്ക് ചരൽമഴ അയക്കുകയില്ല എന്ന്. ഫസതഅലമൂന, അങ്ങനെ നിങ്ങൾ ആയിത്തീരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, അറിയും. കൈഫ നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന്. ആം അമിൻതും, അല്ലെങ്കിൽ നിങ്ങൾ നിർഭയരാണോ? മംഫിസമായി, ആകാശത്തുള്ളവനെ സംബന്ധിച്ച്. അൻ യുർസില അലൈക്കും ഹാസിബൻ, നിങ്ങളിലേക്ക് ചരൽമഴ അയക്കുകയില്ല എന്ന്. ഫസതഅലമൂന, അപ്പോൾ നിങ്ങളറിയും. കൈഫ നദീർ, എങ്ങനെയാണ് ഈ മുന്നറിയിപ്പിൻ്റെ സത്യാവസ്ഥ എന്ന്. വലഖദ് കദ്ദബ അല്ലദീന മിൻ ഖബ്ലിഹിം ഫകൈഫ കാന നകീർ. വലഖദ് കദ്ദബ അല്ലദീന മിൻ ഖബ്ലിഹിം, വലഖദ് കദ്ദബ, തീർച്ചയായും കളവാക്കിയിട്ടുണ്ട്. അല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ളവർ. ഫകൈഫ കാന നകീർ, എങ്ങനെയായിരുന്നു ആ ശിക്ഷ, എങ്ങനെയായിരുന്നു ആ ശിക്ഷ അവർക്ക് വന്നുപെട്ടത്. അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സ്വാഫാത്തിൻ വയഖബിദ്ന മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. അവലം യറൗ, അവർ കാണുന്നില്ലേ? ഇല ത്വയ്രി, അല്ലെങ്കിൽ അവർ നോക്കുന്നില്ലേ? ഇല ത്വയ്രി, പക്ഷികളിലേക്ക്. ഫൗഖഹും, അവർക്ക് മുകളിലുള്ള. സ്വാഫാത്തിൻ വയഖബിദ്ന, സ്വാഫാത്തിൻ, ചിറക് വിരിത്തി പറക്കുന്ന. വയഖബിദ്ന, അതേപോലെ തന്നെ ചിറക് കൂട്ടിപ്പിടിച്ച് നിൽക്കുന്ന. മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, പരമകാരുണികനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാണ് അവയെ വീഴാതെ ആകാശത്ത് പിടിച്ചു നിർത്തുന്നത്? മാ യുംസികുഹുന്ന, ഏതൊരവസ്ഥയാണ് അവരെ പിടിച്ചു നിർത്തുന്നത്? ഇല്ലർ റഹ്മാൻ, പരമകാരുണികനല്ലാതെ. ഇന്നഹു, തീർച്ചയായും അവൻ. ബികുല്ലി ഷൈഇൻ ബസീർ, എല്ലാ കാര്യത്തെ സംബന്ധിച്ചും വ്യക്തമായി കാണുന്നവനാണ്.
ഇന്നഹു തീർച്ചയായും അള്ളാഹു അവൻ ബിക്കുല്ലി ഷൈഇൻ ബസീർ എല്ലാറ്റിനെ സംബന്ധിച്ചും വ്യക്തമായി കാണുന്നവനാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പടച്ച തമ്പുരാൻ വിചാരിച്ചാൽ ഈ ലോകം ഇല്ലാതെയാക്കാൻ, ലോകം നശിപ്പിക്കാൻ ഒരല്പസമയം കൂടി ആവശ്യമില്ല. അത്ര പെട്ടെന്ന് ലോകം തീരും. അതിൻ്റെ 1-2 ഉദാഹരണങ്ങളാണ്. ആമീൻതും മംഫിസമായി യഹ്സിഫുക്കുമില്ലായിരുന്നു. അള്ളാഹു ഭൂമിയിലേക്ക് നിങ്ങളെ ആഴ്ത്തിക്കളയുകയില്ല എന്ന് നിങ്ങൾ നിർഭയാവസ്ഥയിലാണുള്ളത്. ഫൈദാഹി തമൂർ, അതിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുമ്പം, അല്ലെ ചലിച്ചുകൊണ്ടിരിക്കുമ്പം, ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളെ കൂടി ഭൂമിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകില്ല, നിങ്ങളെ ഭൂമി വിഴുങ്ങൂല എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് നിങ്ങളുള്ളത്. പടച്ചവങ്ങളൊന്നും ചെയ്യൂല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഭൂമിയിൽ നിങ്ങൾ ആഴ്ത്തിക്കളയൂല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അടുത്ത ചോദ്യം, അമീൻതും മംഫിസമായി. മംഫിസമാകുന്ന ആകാശത്തുള്ള ആൾ എന്ന് പറഞ്ഞാൽ പടച്ചവനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയാവസ്ഥയിലാണോ? യുർസിലേക്കും ഹാസിബൻ, നിങ്ങളിലേക്കൊരു ചരൽമഴ അയക്കൂലം. കാരണം മുൻകാലത്തുള്ള പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ റസൂലിനെ വല്ലാതെ ധിക്കരിച്ച സമയത്ത് അവരിലേക്ക് ചരൽമഴ വർഷിച്ചിട്ടുണ്ട്. അതേപോലെ ഭൂമിയിലേക്ക് ഒന്നായിട്ട് ആഴ്ത്തിക്കളഞ്ഞിട്ടുണ്ട്. അതുപോലുള്ളൊരു ചരൽമഴ നിങ്ങളിലേക്ക് അയക്കൂല എന്ന് നിങ്ങൾ നിർഭയാവസ്ഥയിലാണോ? എന്നാൽ അങ്ങനെ നടത്തിയാൽ ഫസതഅലമുന, അപ്പോൾ നിങ്ങൾ അറിയും കൈഫ നദീർ, എങ്ങനെയായിരുന്നു ഈ മുന്നറിയിപ്പ്. ഇതുപോലത്തെ ഒരു മുന്നറിയിപ്പ് നേരത്തെയൊക്കെ ആൾക്കാർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് പ്രശ്നമില്ല. പക്ഷേ അതേസമയം ആഴ്ത്തിക്കളയുമ്പോൾ അത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. പടച്ചവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. വലഖദ് കദ്ദബ അല്ലദീന മിൻ ഖബ്ലിഹിം, എന്നാൽ നിങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാരൊക്കെ, ആദ് സമൂദ്, നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ജനത, അതേപോലെ തന്നെ ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ ജനത, അതേപോലെ തന്നെ ഫിർഔനും കൂട്ടരും, ഇവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട്. വലഖദ് കദ്ദബ അല്ലദീന മിൻ ഖബ്ലിഹിം ഫകൈഫ കാന നകീർ, എങ്ങനെയായിരുന്നു അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്ന ഈ ശിക്ഷ, ഏത് കോലത്തിലായിരുന്നു എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് നമ്മോട് ചോദിക്കാം. അവലം യറൗ, അവർ കാണുന്നില്ലേ, ഇലസമായി, ആകാശത്തിലേക്ക്, അല്ലെങ്കിൽ ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ? ഒരു വിധം ഒരു മുകളിലൊക്കെ നോക്കിയിട്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള അത്ഭുതം തന്നെയാണിത്. കാരണം ആകാശത്തിന് മുകളിൽ പക്ഷികൾ ഇങ്ങനെ ചിറകിട്ടടിക്കുകയാണ്. ആ ചിറകിട്ടടിച്ച് കുറേ പോയതിനു ശേഷം ചിറക് അവർ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ചിറക് വിരിച്ച് അവിടെ നിൽക്കുകയാണ്. അതെന്തൊക്കെ ഇപ്പോഴും താന്നു പോകാത്തത്? വയക്കബിലിന മാ യംസിക്കൂന ഇല്ല റഹ്മാൻ, പടച്ച തമ്പുരാനല്ലാതെ വേറെ ആരും അവിടെ നിർത്തില്ലേ. കാരണം ആകർഷണം എന്ന് പറഞ്ഞ സംഗതി ഇല്ലേ, ഭൂമി അതിനെയും താഴോട്ട് ആകർഷിക്കില്ലേ, അത് താഴോട്ട് വീണതല്ലേ. ആരവിടെ പിടിച്ചെടുത്തുന്നത്? അള്ളാഹു അല്ലാതെ. ഇന്നഹു ബിക്കുല്ലി ഷൈഇൻ ബസീർ, അവൻ എല്ലാറ്റിനെ സംബന്ധിച്ചും ശരിക്കും കാണുന്നവനാണ്. അപ്പോൾ പടച്ചവനെ സംബന്ധിച്ചുള്ളൊരു ധാരണ അത് വേണ്ടത്ര നിങ്ങൾക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ചെറിയ ചെറിയ ഈ തരത്തിലുള്ള ഉദാഹരണങ്ങളിൽ നിന്നെങ്കിലും അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചാലേ നിങ്ങൾക്ക് നല്ല മനുഷ്യരായി ജീവിക്കാൻ കഴിയുള്ളൂ. ഈ ലോകത്തും അതേപോലെ തന്നെ പരലോകം കിട്ടുന്ന അവസ്ഥയിലും പടച്ചവനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ബോധപൂർവം ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുകയും ചെയ്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഏത് സമയത്തും ഈ ലൗകികമായ ശിക്ഷയടക്കം ഭയന്നുകൊണ്ട്, എല്ലാറ്റിനും കഴിവുള്ള അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിതം ശരിയാക്കിയെടുക്കാൻ ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം സഹായിക്കട്ടെ. വന്നുപോയ എല്ലാ അപരാധങ്ങളും റബ്ബ് പുറത്തു തരട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.